ചെമ്മീൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ചെമ്മീൻ സിനിമയിലുണ്ട്. സീനക്ക് സത്യനൊക്കെ കപ്പലിന്റെ കൊടുക്കുന്ന പണി. അതെയാ? ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇക്ക മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ജോലി ചെയ്യുന്നത്. യാത്രാമധ്യേ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടാ. ഈ ഒരു കാലഘട്ടത്തിലും ദേ ഇതുപോലെ നടന്നുകൊണ്ട് മീൻ വിൽക്കുന്ന ഒരു ഇക്കാനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇക്ക നമസ്കാരം, എന്താ പേര്? മുഹമ്മദ്. ഇതൊന്നും ഇവിടെ വെക്കുന്നുണ്ട് കേട്ടാ, മൈക്കാണ്. എവിടെയൊക്കെ വീടപ്പോ? നാട്ടികേല്. ഇത് ഈ സാധനമൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള. ഇതിന്റെ പേരെന്താ? കൊട്ടാന്നും പറയും, കാവെന്നും പറയും. കൊട്ടയും കാവെന്ന് പറയും അല്ലെ? ഇത് കൊട്ട, അതിനെ കാവെന്നാണ് പറയാ അല്ലെ? ഓക്കെ. ഇത് എത്ര വെയിറ്റ് ഉണ്ടാവും ഇപ്പോ? ഇതിപ്പോ ഒരു 30 കിലോ ഭാരം. 30 കിലോ? മൊത്തത്തില് 30 കിലോ ഭാരം. ഈ 30 കിലോ ഭാരം വെച്ചിട്ട് എത്ര ദൂരത്തുനിന്ന് വരണേ? അത് ഇവിടുന്ന് കൂട്ടണോ കടപ്പുറത്തുനിന്ന് കൂട്ടണോ? കടപ്പുറത്തുനിന്ന് കൂട്ട്. കടപ്പുറത്തുനിന്ന് കൂട്ടണപ്പോ ഇവിടെ ഒരു 24 കിലോമീറ്റർ വന്നിട്ടുണ്ട്. ഇതുവരെ 24 കിലോമീറ്റർ വന്നിട്ടുണ്ട്. ഇനി ഇത് നിറച്ച് മീനല്ലേ? ആ കാണുന്നത് മീനാണ്. ഇത് മൊത്തം വിറ്റ് തീർക്കണത് വരെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുവോ? അപ്പൊ ചുരുങ്ങിയത് ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കുക? ഒരു ദിവസം പോകണമെന്നുണ്ടെങ്കിൽ ഒരു 30 കിലോമീറ്ററോളം നടക്കും. 30 കിലോമീറ്ററോളം നടക്കും അല്ലേ? എന്റെ അമ്മോ. ഇക്കതിപ്പോ എത്ര കാലമായിപ്പോ ഈ ജോലി? 56 കൊല്ലായി. ഇവിടെ വരവ് തുടങ്ങിയിട്ട് 46 കൊല്ലായി. 46 കൊല്ലായി. ഇക്കാരന്റെ മുഴുവൻ പേരെന്താ? എന്റെ പേര് ശരിയായ പേര് മമ്മൂൻ. മമ്മൂന്ന് വിളിച്ചത് മമ്മൂന്ന് വിളിക്കുള്ളൂ. മമ്മൂക്കാന്നാണ് വിളിക്കുക അല്ലെ? മമ്മൂന്ന് വിളിച്ചാലേ അറിയുള്ളൂ. അത് ശരി. ഏത് രാജ്യത്തും മമ്മൂന്ന് പേരുണ്ട്. അതെ അല്ലെ? വിളിച്ചാലേ അറിയുള്ളൂ. അത് ശരി. ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഇക്കടെ വീട് എവിടെയപ്പോ? നാട്ടിലെ പള്ളിയെ പെണ്ണാട്. അതെ അല്ലെ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യ ഉണ്ട്, മോനുണ്ട്, മരുമകളുണ്ട്, 2 പേർക്ക്. അതെ അല്ലെ? 2 പെൺകുട്ടികളുണ്ടായിട്ട് കൊടുത്തു പോയി. അതെ അല്ലെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും ഇത് കണ്ടപ്പോ ഭയങ്കര ഒരു കൗതുകം തോന്നി. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ ഒരു സംഭവമായിട്ട് ഇങ്ങനെ നടന്ന് ഒരാളും വരാനുണ്ടാവില്ല. ഒരാളും ഉണ്ടാവില്ല അല്ലെ? ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇക്ക മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ജോലി ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇത് എത്ര രൂപ വരുമാനം ഉണ്ടാവും ഇക്ക? ഇത് വിറ്റ് കിട്ടിയാൽ ചിലപ്പോ 1000 രൂപ കിട്ടും, ചിലപ്പോ 800 രൂപ കിട്ടും. ശരിക്കും ഇത്രയും ദൂരം നടന്നിട്ടില്ല. ഒരു 50 കിലോമീറ്റർ ഒക്കെ ചുരുക്കം നടക്കില്ലേ? ഇപ്പൊ പോയാലും ഇവിടുന്ന് നടന്നാലും 1 വരെ നടക്കും. അപ്പോഴേക്ക് വിറ്റ് തരും അല്ലേ? സ്ഥിരമായിട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട് അല്ലേ? ഹാപ്പിയാണോ ഇക്ക ഈ ജോലിയില്? സന്തോഷാണോ? സന്തോഷാണ് അല്ലേ? എല്ലാരും മീൻ മേടിക്കുന്നുണ്ട്. അപ്പൊ വല്ലച്ചിറ തലൂര് റൂട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ അല്ലെ? അപ്പൊ ഈ റൂട്ടിൽ കൂടെയാണ് ഇക്ക ഇങ്ങനെ പോവുക. ഇത്രയും വലിയ കനം കയ്യെ പിടിച്ചിട്ട് ഇക്ക ഇത്രയും ദൂരം നടക്കും. ചെരുപ്പൊക്കെ ഉണ്ടല്ലോ അല്ലെ? എന്തായാലും സന്തോഷമൊക്കെ കണ്ടതില്. അപ്പൊ എന്തായാലും ഇക്കാലത്ത് കുറെ കാലമായി ഞാൻ ഇതിവിടെ അങ്ങനെ കടന്നു പോകുമ്പോ കാണുന്നു. അപ്പൊ ഒന്ന് പരിചയപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടൊന്ന് ഓടി വന്നാണ് അടുത്തേക്ക് കേട്ടാ. എന്തായാലും ജോലിയെല്ലാം നന്നായിരിക്കട്ടെ. ഇത് നല്ല ഫ്രഷ് മീനാണ് ഇക്കൻ്റെ. ഇത് എന്ത് മീനായിരുന്നു? ചാളയും അയിലുണ്ട് അല്ലേ? ഓക്കെ. വീഡിയോ എടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലല്ലേ? ആൾക്കാരിങ്ങനെ ചോദിക്കാറുണ്ട് ഇക്കാനടുത്ത് വിശേഷങ്ങള്? അതെ. ഇക്കാനെ കുറിച്ച് ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ? എന്താ വെച്ചാൽ ഈ കൊട്ടയം കാവ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റില് ഇപ്പൊ മീൻ വിൽക്കുന്ന ഒരാളെ എനിക്ക് ഒരാളുണ്ടാവുള്ളൂ. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് 56 കൊല്ലായി. 56 കൊല്ലായി. 56 കൊല്ലായിട്ട് ഇങ്ങനെ നടക്കാണല്ലേ? എത്ര വയസ്സുണ്ട് ഇക്കാന്? 74 വയസ്സുണ്ട്. സൂപ്പർ. എന്തായാലും ഇക്കാനെ കണ്ടതില് സന്തോഷം. മീനുണ്ട് കയ്യില്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇക്കാനൊക്കെ അല്ലേ കൈ പിടിക്കണ്ടേ? ചെമ്മീൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ? ചെമ്മീൻ സിനിമയിലുണ്ട്. കടപ്പുറത്ത് അന്ന് കപ്പലിന്റെ കച്ചവടമാണ്. കപ്പലിന്റെ സീനക്ക് സത്യനൊക്കെ കപ്പലിന്റെ കൊടുക്കുന്ന പണി. അതെയാ? അതില് കൊട്ടയങ്കാവും പിടിച്ചിട്ട് പോണ്ടാ? പാട്ടിലാണോ? പാട്ട് സീനിലാണോ? മീൻ ചോന്ന് മീനായിട്ട് പോകുന്നുണ്ട് അല്ലേ? അമ്പോ സൂപ്പറാണ് കേട്ടാ. ഇക്ക ഒരു സിനിമാകാരനും കൂടിയാണ്. അതേ കണ്ട ഭായിമാരൊക്കെ വരുന്നുണ്ട്. ഇവരിങ്ങനെ കുറെ പേര് എല്ലാവരും മീൻ മേടിക്കാറുണ്ടല്ലേ ഇക്ക? എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. ഒരു സിനിമ നടനും കൂടിയാണ് അല്ലേ? ഇത് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ഇനി സിനിമയ്ക്ക് വിളിക്കട്ടെ. വിളിച്ചാ പോവോ? അങ്ങനെ ആയിക്കോട്ടെ.